ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അടുത്ത പണി. മക്കളെ, നീ അതിന് മുമ്പ് വേറൊരു കാര്യം അറിഞ്ഞായിരുന്നാടാ? എന്ത് കാര്യം? ഇപ്പൊ സ്കൂള് തുറന്നാലും നിന്നെ വീണ്ടും ഇതേ ക്ലാസ്സിൽ തന്നെ ഇരുത്തണോന്ന് ലച്ചേച്ചി പറയുന്നുണ്ടായിരുന്നു. നിന്റെ ടീച്ചറെ വിളിച്ചൊക്കെ സംസാരിച്ചായിരുന്നു ചേച്ചി. ജയിച്ചു കഴിഞ്ഞാ അടുത്ത ക്ലാസ്സിലോട്ട് പോവില്ലേ? ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള നടപടി വെച്ചിട്ട് അടുത്ത ക്ലാസ്സിലോട്ടാണ് പോകേണ്ടത്. പക്ഷെ ചില സമയം ഈ ഒരുപാട് നല്ല മാർക്ക് മേടിച്ച് ജയിച്ചാൽ പോലും അതേ ക്ലാസ്സിൽ തന്നെ ഇരുത്തും. പഠിച്ചത് ഒന്നുകൂടെ പഠിച്ച് ഫുള്ളൊരു ഇരുത്തം വരാൻ വേണ്ടിയിട്ടേ. അപ്പൊ ഫൗണ്ടേഷൻ കിട്ടും. അതിന് ഇത്തവണ നിന്റെ കാര്യത്തിൽ എല്ലാവരും അങ്ങനെയാണ് തീരുമാനിച്ചേക്കണത്. അപ്പൊ പഠിച്ചെല്ലാം പിന്നെയും പഠിക്കണ്ടേ? പിന്നെ പഠിക്കണം. അത് മാത്രമല്ല, നിന്റെ കൂടെ പഠിച്ചിരുന്ന പിള്ളേരുണ്ടല്ലോ, അതായത് നിന്റെ ഫ്രണ്ട്സ്, അവരൊക്കെ വലിയ ക്ലാസ്സിലോട്ട് പോകും. അപ്പൊ നീ ആ പഴയ ക്ലാസ്സിലെ അതേ ബെഞ്ചിൽ തന്നെ. ചേട്ടാ, അതിനല്ലേ പറയുന്നത് തോക്കാന്ന്? എടാ മക്കളെ, ചില സമയം തോറ്റാലും ജയിച്ചാലും ഇതേപോലെ ഇരുത്തും. നല്ലതാ, നല്ല കാര്യം അതൊക്കെ. മക്കളെ പാറുവേ, നീ നേരത്തെ എന്നോട് എന്തോ ചോദിക്കാൻ വന്നല്ലോടെ? എന്തോടാ അത്? ഒന്നും ചോദിക്കാൻ വന്നല്ലേട്ടാ. അല്ലേ? അല്ല. ഞാൻ വിചാരിച്ചു നീ ചിലപ്പം കൊമ്പം മീശയുടെയോ അല്ലെങ്കിൽ സിക്സ് പാക്കിന്റെയോ മസിലിന്റെയോ കാര്യം വല്ലതും പറയാൻ വന്നെയാണ്. ചേട്ടനെ സിക്സ് പാക്ക് ഇല്ല, കുഴപ്പമുണ്ടാ? കൊമ്പം മീശി കുഴപ്പമില്ല കേട്ടോ. നമുക്ക് 2-3 വർഷം ഇതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ശിഷ്യൊന്നുമല്ല. ഫുൾ ഫൗണ്ടേഷൻ കിട്ടും, ഫുൾ പവർ. വേണ്ട. എടാ, നിന്നെ സിനിമ കാണാൻ വിളിച്ചല്ലേ, എന്ത് വരാഞ്ഞേ? ഞാൻ എനിക്കൊരു മൂഡില്ലായിരുന്നു. ഞാൻ എപ്പോഴായാലും പോയി കണ്ടോളാം. ചേച്ചി, ഞാൻ ജയിച്ചു കഴിഞ്ഞാലേ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കണോ? ആര് പറഞ്ഞു? കേശവൻ പറഞ്ഞു ജയിച്ചു കഴിഞ്ഞാലും ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കണോന്ന്. അവന് തലയ്ക്ക് ഓളാ വച്ചേ. പറു, തോറ്റതിന് ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരും. ജയിച്ചതിനെ മാറിയിരിക്കാലോ. മാറിയിരിക്കാനാ? അതായത് നമ്മള് വേറെ ക്ലാസ്സിലോട്ട് മാറിയിരിക്കുമല്ലോ. അങ്ങനെ. അപ്പൊ ചേട്ടനെ പറ്റിച്ചല്ലേ? കുഞ്ഞിപ്പാപ്പി പറയും ചേട്ടന് ഒറ്റും ബുദ്ധിയില്ലെന്ന്. ആ കൊച്ചിനെ ഒരു കാര്യം കൊച്ചാ, നീ ഞാൻ വന്ന് കേറിപ്പോല് എന്റെ മനസ്സിനെ നീ വ്രണപ്പെടുത്താൻ നോക്കിയാണ് കേട്ടാ. കൊമ്പം മീശ ഇല്ല, പിന്നെ സിക്സ് പാക്ക് ഇല്ല, ഇപ്പൊ മെച്ചൂരിറ്റിയും കൂടെ ഇല്ലാതെ. കറക്റ്റ്. അവള് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. പാറിന് ബുദ്ധിയുണ്ട്. അമ്മായി, ഈ മെച്ചൂരിറ്റി എന്ന് പറഞ്ഞ സാധനം ഞാൻ മനഃപൂർവ്വം വരുത്താത്ത തന്നെ. വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിഷ്കളങ്കത പോവും. എന്റെ മുഖത്ത് എപ്പോഴും ഈ നിഷ്കളങ്കത ഇങ്ങനെ നിൽക്കും. ശരിയാണ്. തിരിച്ചു പറയാനേ ആൻസർ ഒന്നും ഇല്ലെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞങ്ങനെ ന്യായീകരിച്ചോളണം കേട്ടാ. ഇനി സ്കൂളില് റോസ് കാർഡ് ഒപ്പിടാൻ ചേട്ടനെ എങ്ങനെ കൊണ്ടു? ഞാൻ എന്തിനു വരണല്ലേ? നീ മേടിച്ചു വെച്ചേക്കണ 8 മുട്ട ഒപ്പിടാനായിട്ട്. ഞാൻ മുട്ടയൊന്നും വാങ്ങിച്ചിട്ടില്ല. അയ്യോ, മുട്ട മേടിക്കാത്തൊരു കൊച്ചു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. രാവിലെ രണ്ടുപേരും നല്ല ഉടക്കിലാണല്ലോടെ. ഞാനാണോ ഉടക്കണേ? ഈ കുരിപ്പാണ് എന്നെ അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ മെന്റലി ഡൗൺ ആക്കിയാണ് ഇവള്. എനിക്ക് കൊമ്പ വീഴ്ചയില്ല, എനിക്ക് സിക്സ് പാക്ക് ഇല്ല, എനിക്ക് അതില്ല ഇതില്ല, ഇപ്പൊ മെച്ചൂരിറ്റി കൂടി ഇല്ലെന്ന് പറയണു. അതാ പിള്ളേര് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണം. അതെ, നമുക്ക് പോവാ. നിങ്ങളായിക്കോ. ശരിക്കും ഓടറി. ഞാൻ പോണ്. മെച്ചൂരിറ്റി പറഞ്ഞെങ്കിൽ എന്തിനാ? എനിക്ക് അറിഞ്ഞൂടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.